ഈ പലർക്കും ഇപ്പോഴും സംശയമുള്ളതും എന്നാൽ ഓലകളെ ആശ്രയിക്കും, ഓല ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഓലകളെ ആശ്രയിക്കുന്നതും അതിൽ മാത്രം അല്പം വിശ്വാസമുള്ളതും എന്നാൽ വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ഉള്ളവർ പറയുന്ന ഒരു കാരണം മുൻജന്മം ഉണ്ടോ, ഉണ്ടെന്നും ഇല്ല എന്നും. ശരിക്കും മുൻജന്മം ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുൻജന്മം ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ജന്മത്തെ കർമ്മഫലമാണല്ലോ ഈ ജന്മത്തിൽ അനുഭവിക്കുക. ജ്യോതിശാസ്ത്രമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഗ്രഹനില പോലും മുൻജന്മ കർമ്മഫലത്തെ സൂചിപ്പിക്കുന്നവയാണ്. നമ്മളുടെ ഗ്രഹങ്ങളോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന, നമ്മൾ അതിനെ ബന്ധിച്ചിരിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലോകം. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മഫലമാണ് നമ്മളുടെ ശരീരവും നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് ചെയ്തത് അതാണ് നമ്മൾ. സാധാരണക്കാരൻ എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, പറഞ്ഞു തരുമ്പോഴാണ് അറിയുക. ഈ ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഈ വരുന്ന ഒരാൾ, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, ഒരു 10 പേരെ നിരത്തിയിരുത്തിയിട്ട് ഒരു കുപ്പി വെള്ളം എടുത്ത് മുന്നിൽ വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ കുപ്പിയുടെ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞാൽ 10 അഭിപ്രായം പറയും. ചിലർ പറയും ആ കുപ്പിയിലെ ലേബലിൻ്റെ നിറം കുറച്ചുകൂടെ കൂട്ടിയാൽ കൊള്ളായിരുന്നു. ചിലർ പറയും ആ ലെറ്റർ കുറച്ച് വലുതാക്കിയാൽ കൊള്ളായിരുന്നു. ചിലർ പറയും കുപ്പി കുറച്ച് ഹാർഡായിരുന്നേ കൊള്ളായിരുന്നു. ചിലർ പറയും ലൈറ്റായിരുന്നേ കൊള്ളായിരുന്നു. ചിലർ പറയും ആ വെള്ളം കുറച്ചുകൂടെ പ്യൂരിഫൈ ആവാനുണ്ട്. ചിലർ പറയും വെള്ളം കുറച്ച് കൂടുതലായി പോയി, അല്പം കുറഞ്ഞിരിക്കണം. എന്തുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു? ഇതാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യം. അതായത് ഓരോ വ്യക്തികളുടെ ബോധവും വ്യത്യസ്തമാണ്. ഈ ബോധം വ്യത്യസ്തമാകുന്ന, എല്ലാവരും മനുഷ്യരല്ലേ, പിന്നെ എങ്ങനെയാണ് ബോധം വ്യത്യസ്തമാവുക? അവൻ്റെ ചിന്താഗതി എങ്ങനെയാണ്, അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാസനയാണല്ലോ തിരിച്ചറിയുന്നത്. അവൻ്റെ കർമ്മഫലം അനുസരിച്ച് അവൻ്റെ വാസനയ്ക്ക് വ്യത്യാസം വരും. എല്ലാവരും വീട് ഇഷ്ടപ്പെടത്തില്ല, എല്ലാവരും മുന്തിയ കാർ ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും ചുമന്ന കാർ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് നീല കാറായിരിക്കും ഇഷ്ടം. ഇതെങ്ങനെയാണ് വ്യത്യാസം വരിക? നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കാതിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ അതിന് ഇഷ്ടം ഉണ്ടാവും, അത് വാസനയായിട്ട് പുറത്തു വരും. അത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് പ്രകടമാകുക. നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വസ്തുവിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ആ ഒരു കുപ്പി വെള്ളത്തിൽ അതിൽ നിങ്ങൾ ഏതിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ കൂടുതൽ വാസന. ഇതൊരു വെള്ളത്തിലായിരിക്കത്തില്ല നിങ്ങളുടെ മൈൻഡ് പോയത്, കുപ്പിയിലായിരിക്കാം, വസ്തുവിലായിരിക്കാം, ആ ഒരു പ്ലാസ്റ്റിക്കിനകത്തായിരിക്കാം പോയിട്ടുള്ളത്. അതുപോലെ ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. അതുപോലെ വ്യക്തികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവർ നമ്മളോട് പെരുമാറുന്ന രീതികൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരാളോട് അങ്ങോട്ട് മാറാൻ പറയുമ്പോൾ അയാൾ നിങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ചിരിച്ചുകൊണ്ടാണോ? ആണെങ്കിൽ അയാളുടെ സ്വഭാവം അതാണ്. എന്നാൽ അയാൾ കലിപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിലോ അയാളുടെ സ്വഭാവം എന്താണ്? അയാൾ വേറൊരാൾ പറഞ്ഞു മാറിയിട്ട് നീ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴോ അയാളുടെ സ്വഭാവം എന്താണ്? ഇവർ 3 പേരും ഇവരുടെ തിരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ സ്വഭാവ രീതികൾ, വ്യത്യസ്തമായ കർമ്മഫലങ്ങളാണ്. അവരുടെ ഉള്ളിൽ നടക്കുന്ന കർമ്മഫലമാണ് വെളിയിൽ വന്നിരിക്കുന്നത്. അവർ ഈ ജന്മത്തിൽ പഠിച്ചതല്ലത്, അവർ അന്തർലീനമാണ്, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമാണ്. തൊലിപെടുത്തിരിക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് അവൻ സുന്ദരനാണ്, അവൻ നല്ലവനാണെന്നല്ല, ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വഭാവ രീതികളാണ് അവൻ്റെ കർമ്മം. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കുമ്പോൾ അവനിൽ നിന്നുണ്ടാകുന്ന അനുഭവമാണ് അവൻ്റെ ഫാസ്റ്റ് ലൈഫ്. അത് ആ ജന്മത്തിൽ കർമ്മഫലങ്ങളായിട്ട് വെളിയിലേക്ക് വരും. ഇത് സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്ന സിസ്റ്റമാണ്. എന്നാൽ യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു യോഗിയെ സംബന്ധിച്ച് അവൻ സംസാരിക്കണമെന്നില്ല. അവൻ അടുത്ത് വന്ന് നിന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ അവനൊന്ന് ഫോട്ടോ കണ്ടാൽ മതി, അല്ലെങ്കിൽ അവൻ കണ്ടാൽ മാത്രം മതി. അവൻ ആരാണ്, എന്താണ്, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അവൻ്റെ പെരുമാറ്റ രീതി എന്താണ്, അവൻ ചതിക്കുമോ, അവൻ പറ്റിക്കുമോ, ഇതെല്ലാം മനസ്സിലാവും. ഇങ്ങനെ ഫാസ്റ്റ് ലൈഫ് ഒരു വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ വ്യക്തികൾക്ക് അത് പ്രകടമായി അനുഭവത്തിൽ എത്തുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ കേൾക്കാറില്ലേ, നേരത്തെ ആയിരുന്നു അടുക്കില്ലായിരുന്നു, ഇവരുടെ സ്വഭാവം ഇത് അറിഞ്ഞിരുന്നില്ല. ആ അറിഞ്ഞിരുന്നുള്ള വാക്കിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യോഗിയെ സംബന്ധിച്ച് അവൻ്റെ ബോധം ഉയർന്ന നിലവാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും മറ്റു വ്യക്തികളുടെ ബോധത്തിൽ കയറി ഇടപെടാൻ കഴിയും. ആ വ്യക്തിയുടെ അന്തർലീനമായിരിക്കുന്ന അവൻ്റെ ബോധത്തെ തിരിച്ചറിയാൻ കഴിയും. ഇതാണ് ഫാസ്റ്റ് ലൈഫ് ഉണ്ട്, അത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്.